പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടിട്ടുണ്ടെന്ന മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരന്റെ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും അന്വേഷണം തുടങ്ങി. വെളിപ്പെടുത്തൽ ഗൗരവമായി കാണുമെന്ന് അറിയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ കേസെടുക്കാനും അന്വേഷണം നടത്താനും ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് അമ്പലപ്പുഴ തഹസിൽദാർ K. അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുധാകരന്റെ പറവൂരിലെ വീട്ടിലെത്തി മൊഴിയെടുത്തു. റിപ്പോർട്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി. വെളിപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണം നടത്താൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയതായി കളക്ടർ അറിയിച്ചു. കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ ഉത്തരവിനെ തുടർന്നാണ് നിർദ്ദേശമെന്നും പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 1989 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. അതേസമയം 36 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ കൃത്യമായ രേഖകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സൗത്ത് പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടി. ഉപദേശം ലഭിക്കുന്ന മുറയ്ക്കാവും നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയെന്നും സൗത്ത് CI K. ശ്രീജിത്ത് പറഞ്ഞു. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകളും 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പത്രത്തിൽ വന്ന തന്റെ പ്രസ്താവനയെപ്പറ്റി അന്വേഷിക്കാൻ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തഹസിൽദാർ എത്തിയതെന്നും അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്നും എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ടെന്നും G. സുധാകരൻ പ്രതികരിച്ചു. എന്തിനു ഭയക്കണമെന്നും കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. റിപ്പോർട്ടിന്മേൽ കളക്ടർ തീരുമാനമെടുക്കട്ടെ എന്നും സുധാകരൻ വ്യക്തമാക്കി. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 14-ന് ആലപ്പുഴയിൽ നടന്ന മുൻ നേതാക്കളുടെ സംഗമത്തിലാണ് 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് സുധാകരൻ പറഞ്ഞത്. അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവാദ വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി G. സുധാകരനെ തള്ളി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പോസ്റ്റൽ വോട്ട് തിരുത്തിയെന്ന് G. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ആരാഞ്ഞ മാധ്യമങ്ങളോട് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി R. നാസർ പ്രതികരിച്ചു. അട്ടിമറിക്കുന്ന പാരമ്പര്യം CPM-നില്ല. തപാൽ വോട്ടിൽ തിരുത്തൽ വരുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അന്വേഷണം നടക്കട്ടെ. G. സുധാകരൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നും അറിയില്ല. എന്നാൽ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവന തിരുത്തി CPM നേതാവ് G. സുധാകരൻ. ബാലറ്റ് ആരും തുറന്നിട്ടുമില്ല, തിരുത്തിയിട്ടുമില്ല. പോസ്റ്റൽ ബാലറ്റുകൾ പരിശോധിക്കുന്ന രീതി പാർട്ടിയിലില്ല. G. സുധാകരൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. കടക്കരപ്പള്ളിയിൽ CPI ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ആദ്യകാല നേതാക്കളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. NGO യൂണിയൻ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ആദ്യകാല പ്രവർത്തകരുടെ സംഗമത്തിൽ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു നേതാവ് പോസ്റ്റൽ ബാലറ്റ് ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ലെന്നും ഇത് പരാമർശിക്കണമെന്നും സൂചിപ്പിച്ചിരുന്നു. ഇത് പൊതുവെ പറഞ്ഞപ്പോൾ വിഷയത്തിൽ അല്പം ഭാവന കലർത്തിയതാണ് വിവാദമാക്കിയത്. മാധ്യമങ്ങൾ എടുത്തിട്ട് അടിച്ചു. ബാലറ്റ് പരിശോധനയിൽ ഇന്നേ വരെ പങ്കാളിയായിട്ടില്ല. ഇന്നുവരെ കള്ള വോട്ട് ചെയ്യാനോ കള്ളവോട്ടിനെ പ്രോത്സാഹിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. MLA ആയിരുന്നപ്പോഴും വോട്ടിന് പണം കൊടുക്കാനും തയ്യാറായിട്ടില്ല. അസംഭാവ്യമായ കാര്യം ചിലർ ചെയ്യുന്നുണ്ടെന്ന പ്രചാരവേല നടക്കുന്നതിനാൽ ജാഗ്രതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതാണ് മാധ്യമങ്ങൾ വിവാദമാക്കിയത്. പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത് രഹസ്യ സ്വഭാവം പലപ്പോഴും പോസ്റ്റൽ ബാലറ്റിൽ വരുന്നില്ല. താനും പാർട്ടിയും ഒരിക്കലും തുറക്കാനോ തിരുത്താനോ ചെയ്തിട്ടില്ല. എന്റെ കൈയക്ഷരം വളരെ മോശമായതിനാൽ പല വോട്ടിങ്ങിലും വളരെ ശ്രദ്ധിച്ചാണ് വോട്ട് ചെയ്തത്. സംസാരത്തിൽ നിന്നും ചില വാക്കുകൾ അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ചർച്ചകളാകുന്നത്. പാർട്ടിയുടെ ഏത് സ്ഥാനത്തിരിക്കുന്നുവെന്നതല്ല, പാർട്ടി അംഗമാണെന്നതിലാണ് അഭിമാനം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമാണ് മഹനീയ സ്ഥാനമെന്നും G. സുധാകരൻ പറഞ്ഞു. എന്നാൽ ഇനി അങ്ങോട്ടും സംസ്ഥാനത്ത് ഇടതു ഭരണം തുടരാനുള്ള സാധ്യതയുണ്ടെന്നും അതിനായി നാമം ജപിക്കാതെ ജനങ്ങളുടെ വിശ്വാസം നേടി പ്രവർത്തിക്കണമെന്നും CPM നേതാവ് G. സുധാകരൻ പറഞ്ഞു. CPI കടകരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ ആദ്യകാല പ്രവർത്തകരുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ വിനീതരാകണമെന്നും പല കാര്യങ്ങളിലും സ്വയം വിമർശനം നടത്തി ജനപിന്തുണ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയതയെ ചെറുത്ത് മതേതരത്വം സംരക്ഷിക്കാനും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശ സംരക്ഷണത്തിനും CPM-ഉം CPI-യും ഉൾപ്പെടുന്ന ഇടതുപക്ഷം നിർണായകമാണ്. ഇത് കേരളമാണെന്ന് ഗർജിച്ചിട്ട് കാര്യമില്ല. ഭരണഘടനയുടെ കീഴിലാണ് നമ്മൾ എല്ലാവരും. ഇതിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. കയർ വ്യവസായം തകർന്നടിഞ്ഞു. ചെത്തുതൊഴിലും കൃഷിയും ഇല്ലാതായി. ഇത്രയുമായിട്ടും ആർഭാടം പൊടി പൊടിച്ച് എല്ലാവരും നാട്ടുപ്രമാണിമാരാകാൻ മത്സരിക്കുകയാണ്. കല്യാണത്തിന് നേതാവ് 9 കറി വിളമ്പിയപ്പോൾ താക്കീത് ചെയ്യുകയും കല്യാണത്തിന് ചായക്കൊപ്പം ഉഴുന്നുവട KR ഗൗരിയമ്മ നൽകിയപ്പോൾ തിരുത്തിയ സംസ്കാരവും പാർട്ടിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം
NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ CPM ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുതിർന്ന CPM നേതാവ് G സുധാകരന്റെ പ്രസ്താവനയിൽ CPM പരസ്യ പ്രതികരണം നടത്തില്ല. ഈ പ്രസ്താവനയെ നേതൃത്വം തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നേതാക്കൾ ആരും പ്രതികരിക്കില്ല. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ടെന്ന സുധാകരന്റെ പ്രസംഗം പാർട്ടിയെ ലക്ഷ്യമിട്ട കുരുക്കാണോ എന്ന നേതാക്കൾ സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും കരുതലെടുക്കണം. ഇനി CPM വേദികളൊന്നും സുധാകരന് നൽകരുതെന്ന നിർദ്ദേശം എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും നൽകും. പാർട്ടി പരിപാടികളിൽ സുധാകരനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നിട്ടും സുധാകരന് NGO യൂണിയൻ വേദി നൽകി. ഇക്കാര്യത്തിൽ CPM നേതൃത്വം പരിശോധന നടത്തും. CPMനെതിരെ എതിരാളികൾക്ക് പുതിയൊരു ആയുധമാണ് സുധാകരൻ നൽകിയതെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം വിലയിരുത്തി.